നമുക്ക് സാറേ നേരെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പോകണം. ആ പറയൂ ശ്രദ്ധിക്കാൻ. എന്താണ് എവിടെ ആണോ ഒട്ടിക്കട്ടെ ഒരു ഒട്ടിക്കട്ടെ. അങ്ങനെ മൊയ്തൂനെ കള്ളനാക്കാൻ ഓര് നോക്കണ്ടല്ലോ. മൊയ്തൂനോട് കളിക്കാനോ ഒരായിട്ടില്ല സിദ്ദിഖേ, ഒരായിട്ടില്ല. ആയിക്ക് ഫോൺ വെച്ചോ. എന്താ സാർ പ്രശ്നം? അതെ, മറ്റവന്മാര് കവലയിലൊക്കെ എന്നെ പറ്റി പോസ്റ്റ് ഒട്ടിച്ചിട്ടത്രേ. ഞാൻ കംപ്ലീറ്റ് കമ്മീഷൻ പിടിച്ചു വാങ്ങാന്ന് പറഞ്ഞു. മൊയ്തൂനാണ് അവരെ കളി. പശുമ്പാലിന്റെ പണി ഞാൻ കൊടുക്കും. ചെറിയൊരു സംസാരം ഇങ്ങനെ കേട്ടു സാറ്. ജി കേട്ടിനെയോ? നിങ്ങൾ എന്തെങ്കിലും പറയാഞ്ഞേ? ജി കേട്ടിനെയോ? ആരും പറയരുത്, കൂടെ നടക്കണ ആരും എന്നെ പറ്റി ഒരു നെഗറ്റീവ് വന്നാ പറയരുത് കേട്ടോ. നമ്മുടെ ഇമേജിനെ ബാധിക്കൂല. എന്ത് ഇമേജാണ് പ്രസാദേ? എനിക്കറിയില്ല, ഞാൻ ഈ MLA ആവുന്നതിന് മുമ്പ് ഞാൻ നല്ലൊരു കച്ചവടക്കാരനായി. പാർട്ടി എല്ലാ വർഷവും തോക്കിട മണ്ഡലത്തിൽ ഇന്ന് നിർത്താൻ കാരണം എന്താ? എന്റെ കൈ കണ്ടിട്ടാ 5 കോടി മുടക്കിയിട്ടാ ഞാനിപ്പോ MLA ആയിട്ട് നിൽക്കണത്. അറിയോ എനിക്ക്? എനിക്ക് മുതലാക്കണോ? മണ്ഡലത്തിൽ നടക്കണ എന്ത് പരിപാടിയും ഞാൻ കമ്മീഷൻ ഞാൻ പിടിക്കും. ഈ 5 വർഷം മതിയോ? പോരാ, അടുത്ത 5 വർഷം വേണോ? അത് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ബാധിക്കൂല നമ്മളെ. ബാധിക്കോ? പിന്നെ അത് ബാധിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇമേജ് ഒന്നും നിലനിർത്തപ്പോ നമ്മൾ എന്തോ ഒരു വഴി കാണുക. ഒരു വഴിയുണ്ട്. എന്താണ്? ഒരു അവാർഡ് കിട്ടണം. ആർക്ക്? സാറിന്. എനിക്കോ? എന്റെ പ്രസാദ, ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മേടിക്കണ സാധനമല്ലല്ലോ. ഇത് ആരെങ്കിലും തരണ്ടേ? ആര് തരും നമുക്ക്? അത് തരാനുള്ള ആളുകളുണ്ടെന്നേ, ചില സംഘടനകളുണ്ട്. നമ്മൾ അവർക്കുള്ള പൈസ കൊടുത്താൽ മതി. നല്ലവരുടെ സാറേ. ആണല്ലേ? എന്നാ പിന്നെ അതൊന്നും നോക്കാം നമുക്ക്. കടി കൊടുത്തോടാ, കടി കൊടുത്തോ. ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ സുധിയായി? അതനുസരിച്ച് നിന്നാ മതി. അതാ പോട്ടെ, ഇനിയിപ്പൊ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതെന്തപ്പത്? കേട്ടോ, ഒരു ഉപ്പുനാരൻ സോഡ എടുക്ക്. ഒന്ന് എനക്ക് എടുത്തോളെ. രണ്ടെണ്ണം എടുത്തോളി. ഇതാരത്? ഇത് നമ്മുടെ ആ ചാനലിന്റെ ചിലക്കണ ചങ്ങായിയല്ലേ? അതെ. എന്തിന്റെ ഇപ്പൊ ഇത് അവാർഡ്? എന്താണ്? ഓന് ബെസ്റ്റ് റിപ്പോർട്ടർ എന്നുള്ള അവാർഡാണ്. ഈ കഴിഞ്ഞ 4-5 കൊല്ലം മുമ്പേ വന്നിട്ട് പ്രളയമില്ലേ, അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതിന് ഇവനാന്നുള്ളു. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പ്രളയം ഉണ്ടായിരുന്നില്ല. ആരപ്പ ഈ അവാർഡ് കൊടുക്കണേ? ക്ഷേത്ര കമ്മിറ്റിക്കാര്. ക്ഷേത്ര കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും ഒക്കെ അവാർഡ് കൊടുക്കണം. ഒരെണ്ണം കൂടി കാണല്ലോ. വന്നവർക്കും പോയവർക്കും ഒക്കെ അവാർഡാണ് ഇപ്പൊ. അതെ, അത് മാത്ര നമ്മളെ മൊയ്തമ്മല്ലേ, അയാൾക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അറിഞ്ഞ് മൊയ്തൂന് അവാർഡ് കിട്ടിയതിനെതിരായിട്ട് നമ്മുടെ മണ്ടോതിരി യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടുണ്ട്. അത് കണ്ടിരുന്നോ നിങ്ങള്? കണ്ടിരുന്നോ? അത് കാണേണ്ട സാധനമാണ്. ഞാനതിപ്പോ കൊറേ പേര് കാണിച്ചു കൊടുത്ത് നോക്ക്. അവാർഡുകൾ സാധാരണ അത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തുകയാണ് ചെയ്യുക. എന്നാൽ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയല്ല. കാശ് കൊടുത്ത് അവാർഡ് എങ്ങനെയെങ്കിലും തേടിപ്പിടിച്ച് കൈക്കലാക്കുക, അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ചില അവാർഡുകൾ കാണുമ്പോൾ നമുക്ക് ചിരിയും പുച്ഛവും ഒക്കെ തോന്നും. അത്തരത്തിൽ എനിക്ക് ഈയിടയ്ക്ക് ചിരി വന്ന ഒരു അവാർഡാണ് മികച്ച രാഷ്ട്രീയക്കാരന് കൊടുക്കുന്ന മഹാത്മാ പുരസ്കാരം. അങ്ങനെ ഒരു പുരസ്കാരം ഇത്തവണ ലഭിച്ചത് ആർക്കാണ്? അഴിമതി വീരനും കൈക്കൂലിക്കാരുടെ ഏജന്റും കാട്ടുകള്ളനുമായ കുപ്രസിദ്ധനായ ബഹുമാനപ്പെട്ട MLA മൊയ്തുവിന്. ഒരു കഴിവും ഇല്ലാത്ത കള്ളന്മാരിൽ ബഹുകള്ളനായ ഇങ്ങനെ ഒരു MLA എന്ന് പറയാൻ പറ്റില്ല, എങ്ങനെയോ MLA ആയ ഇത്തരം ഒരു കാട്ടുകള്ളനെ വിളിച്ച് ആർഭാടമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് മഹാത്മാവിന്റെ പേരിൽ ഒരു പുരസ്കാരം കൊടുത്ത ആ സംഘാടകരോട് അത് നാണമില്ലാതെ ഉളിപ്പില്ലാതെ പോയി മേടിച്ച ഈ MLA എന്ന് പറയുന്ന മൊയ്തുവിനോടും എനിക്ക് പുച്ഛം മാത്രം. നന്നായി, സത്യല്ലേ പറഞ്ഞേ? നല്ല മറുപടി. അതാണ് ഓനൊക്കെ സത്യസന്ധനുള്ള അവാർഡ്, മഹാത്മാ അവാർഡുകളൊന്ന് ആലോചിച്ച് നോക്കി. പണ്ടല്ലേ ഈ അവാർഡ് എന്നെല്ലാം പറഞ്ഞ വലിയ അംഗീകാര. ഇപ്പൊ ഇതിങ്ങനെ ചവറ് പോലെ ഭാര്യക്ക് ഒരു കൊടുക്കുമല്ലേ? അല്ല സ്തുതി, അവാർഡ് എന്നെല്ലാം പറഞ്ഞ ഒരു ബലേനല്ലേ? അല്ല, നിങ്ങൾക്ക് അവാർഡ് വേണോ? രാഘവേട്ടന്
എന്തിന്? രാഘവട്ടെ എത്ര കൊല്ലായി ഇവിടെ ഇങ്ങനെ കടയും വെച്ച് ഇരിക്കുന്നത്? നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു കടയും വെച്ച് ഇത്രയും കൊല്ലം ഇങ്ങനെ കൊണ്ടുവച്ച ചില്ലറ കാര്യ. അല്ല ശരിയാട്ടാ, ശരിയാ. ഈ ജാതിയൊക്കെ കൊടുക്കാച്ച അപ്പൊ ഇതൊക്കെ കൊടുക്കാം. എന്താ രാവട്ടാ, ഒരു അവാർഡിന് താല്പര്യം ഉണ്ടോ? അല്ല ഇപ്പൊ ധാരപ്പത് കൊടുക്ക. അത് നമ്മളെ ഫൈനാൻഷ്യൽ ആൾക്കാരോട് പറഞ്ഞാ പോരെ, പോലീസ് ശരിയായി കൊടുക്കൂലേ? പിന്നെ അല്ലാണ്ട് പോണാ നിക്കോണാ കിട്ടുവാ കിട്ടുവാ ഉമ്മക്ക് ശരിയാക്കാത്. ഞങ്ങള് ഇവിടെ സൊസൈറ്റിയിലുണ്ട്. സിൽവർ ജൂബിലി ഒക്കെ വരാൻ പോകല്ലേ, അപ്പൊ അതിന്റെ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആരും വന്നിട്ടൊന്നുമില്ല. പ്രസിഡന്റ് ഞാനും പിന്നെ സെക്രട്ടറി സുബോധനും ഉണ്ട്, വേറെ ആരുമില്ല ഇവിടെ. ഞാനും ഉണ്ട്. അതൊക്കെ കണക്കന്നെ. എന്താ വന്നോ കാണാം. ശരി ട്ടാ. ആരാ അത് സ്തുതിയില്ലേ? അവൻ നമ്മുടെ സിൽവർ ജൂബിലിക്കേ പാട്ട് പാടാൻ ഒരു അവസരം വേണമെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കണം. പാട്ടൊന്നും പാടിക്കണ്ട. അല്ല, അവൻ എല്ലാ സ്റ്റേജിലും ഒരു ഒറ്റ പാട്ടത്ര പാടുന്നു, കരിമുരളിയിലെ അതൊന്നും അറിയില്ലേ, പാട്ട് പാടാനൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കപ്പോ ഈ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഉദ്ഘാടകൻ ആരാണെന്ന് തീരുമാനിക്കും. അതിപ്പോ ആരെയായിരിക്കും നമുക്ക് നന്നാവുക? രാഷ്ട്രീയ രംഗത്തുള്ള ആരെങ്കിലും വേണോ? രാഷ്ട്രീയക്കാർ വേണോ? എന്നാ പിന്നെ നമുക്ക് വേറെ ആരെയാ പറ്റുക? എന്തായാലും ഒരു VIP ഉണ്ടായിക്കോട്ടെ, അത് നന്നാവും. നമ്മുടെ നാട്ടിലൊരു ഒരേ ഒരു VIP അല്ലേ ഉള്ളൂ, സൂപ്പർ സ്റ്റാർ മന്മഥൻ. അത് മതി. മൂപ്പര് ഏത് ഫംഗ്ഷന് വരണമെങ്കിൽ 5 ലക്ഷം ഉറുപ്പിക കൊടുക്കണം. അത് വേണം, അത് പാടാണ്. സത്യേട്ടാ. എന്താ മോനെ? അതെ, ഇപ്രാവശ്യം നമ്മുടെ സിൽവർ ജൂബിലിക്ക് നമ്മുടെ നാട്ടുകാരുടെ പാട്ടൊന്നും വേണ്ടെന്നാ പറയണേ. അതുകൊണ്ട് പാട്ട് ഇപ്രാവശ്യം വേണ്ട അല്ലേ? അതല്ലേ തീരുമാനിച്ചേ? അല്ല, പാട്ടിന്റെ കാര്യം പറയാൻ പറഞ്ഞല്ലേ, ഞാൻ നേരത്തെ വിളിച്ചില്ലേ ഞങ്ങളാ? എന്താ കാര്യം? നമ്മളെ പരിപാടി എല്ലാം ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചല്ലോ. നമ്മളെ രാഘവേട്ടുണ്ടല്ലോ, നമ്മളെ പാലത്തിന്റെ ചോട്ടില് ചായക്കട അയാള് ഓലിക്കൊരു അവാർഡ് ഇപ്രാവശ്യം കൂടെ കൊടുക്കണമെങ്കിലും. എന്താ? എന്റെ അച്ചാച്ചൻ വരെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലങ്ങളായിട്ട് ചായപ്പൊടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളെ, ഒരുപാട് തരം ചായ ഉണ്ടാക്കിയ മനുഷ്യനാ. അപ്പൊ ഓലെ നമ്മളൊന്ന് പരിഗണിക്കണം. ചായ കൊടുക്കണത് അത് അയാള് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ? അതിനെന്തിനാ അവാർഡ് കൊടുക്കണം? അല്ല, ചായ കച്ചവടക്കാരൻ അവാർഡ് അല്ല ചേട്ടാ, അതായത് നമ്മളിപ്പോ ഈ പേപ്പറിൽ ഒരു ദിവസം പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് 1, 2, 3 അവാർഡ് എപ്പോ ഉണ്ടാവും. എല്ലാം രാഘവട്ടം വായിക്കുകയും ചെയ്യും. എന്റെ ഒരു കാലക്കേട് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിനേന്നു. അല്ലെന്നേ, പുള്ളിക്ക് വലിയൊരു പൂതിയുണ്ട് വാങ്ങണമെന്നല്ലേ. അവാർഡ് എല്ലാവർക്കും കിട്ടുന്നല്ലേ, എനക്കും കിട്ടണമെന്നൊരു ആഗ്രഹം പുള്ളിക്കുണ്ട്. അപ്പൊ ഞാനത് പറയുകയും ചെയ്തു, നമുക്ക് ശരിയാക്കാം. എടോ, നമ്മൾ ഈ ആദരിക്കൽ അവാർഡൊക്കെ ആർക്കാ കൊടുക്കുക? ഒന്നല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാവണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സേവനം ചെയ്ത ആളാവണ്ടേ? ഇതൊരു മുക്കിലെ പീടിയയിൽ 10-40 കൊല്ലം ചായ ആഴ്ചകൾക്ക് എന്തിന്റെ പേരിൽ അവാർഡ് കൊടുക്കുക? ഇതല്ലേ എല്ലാവർക്കും കൊടുക്കുന്ന സാധനം ഞങ്ങളിപ്പം പറഞ്ഞത്. ഇത് ഈ പൊരിക്കച്ചവടമല്ല, വരുന്നവർക്ക് ഇങ്ങനെ പാട്ടയിലാണെന്ന് പൊരി കൊടുക്കുക അവാർഡാ. ഇതൊരു വ്യതിചലിച്ച ചിന്തയുടെ ഭാഗമായിട്ട് നമുക്ക് കൊടുത്തൂടെ, ഒരു പുതിയൊരു സംഭവമായിട്ട്. ഇത് പറയാനാണോ വന്നേ? ചെല്ല്, ഇവിടെ വേറെ കുറെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി. ചെല്ല്. പെയിന്റ് അടിക്കണ കാര്യം പറഞ്ഞ അത് ചെയ്യണില്ലേ? പെയിന്റ് അടിക്കണ്ടേ? മഴ മാറണ്ടേ? മഴ മാറിയിട്ട് ഈക്കല്ലേ തീർത്ത്. ശരി, മഴ മാറി. ചായക്കടക്കാരുടെ അവാർഡ് പോട്ടെ. അപ്പൊ നമ്മുടെ ഈ ഉദ്ഘാടനത്തിന് നമ്മളപ്പോ എന്ത് ചെയ്യാനപ്പോ? മന്മഥനെ വിളിക്കാൻ പറ്റില്ല, കാശ് കൊടുക്കണ്ടേ 5 ലക്ഷം. അതെ, മന്മഥനെ വിളിക്കാം. അപ്പൊ അയാൾക്ക് കാശ് കൊടുക്കണ്ടേ? കാശ് കൊടുക്കണ്ട, അവാർഡ് കൊടുക്കാം. അതിന് നിൽക്കുമോ? നമുക്ക് നമ്മുടെ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി അല്ലേ, അപ്പൊ ആ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് മന്മഥന് നമ്മളൊരു അവാർഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവാർഡ് എന്നൊക്കെ പറഞ്ഞവർക്ക് ഭയങ്കര താല്പര്യ. അപ്പൊ അത് വാങ്ങിക്കാനായിട്ട് വരും. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മള് എന്താ അവാർഡാ കൊടുക്കുക? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു അവാർഡ് കൊടുക്കാം. കിഴക്കേക്കര ഓസ്കാർ. അത് വേണ്ട, മാറ്റാൻ. വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കുക. ഉത്തമ പുരുഷൻ അവാർഡായാലും അതും വേണ്ട. അയാളിപ്പോ ഉത്തമ പുരുഷനാണോ അല്ലയോ എന്ന് ഇപ്പൊ നമുക്കറിയോ? ഒരു കാര്യം ചെയ്യാം, സമഗ്ര സംഭാവനയ്ക്കുള്ള ഗ്രാമവിദ്വാൻ അവാർഡ്. ഗ്രാമവിദ്വാൻ അവാർഡ്. അത് പിന്നെ ഗ്രാമവിദ്വാൻ അവാർഡ് അത് നല്ല, നമുക്ക് അതങ്ങോട്ട് കൈയടിച്ച് പാസ്സാക്കാം. ഗ്രാമവിദ്വാൻ. അയ്യോ, സോറി ഉണ്ട് കേട്ടാ. എന്താന്ന് വെച്ചാല് ഞാന്
ഡിസംബറില് ഞാന് കാനഡയ്ക്ക് പോവാണ്. നമ്മുടെ ജിത്തു സാറിന്റെ പടത്തിന്റെ ഷൂട്ട് അവിടെയാണ്, കാനഡയിലാണ്. അപ്പൊ ഏതാണ്ട് ഒരു 1.5 മാസത്തോളം ഞാൻ കാനഡയിലായിരിക്കും. അതാ പറഞ്ഞത്. അപ്പൊ നിങ്ങളൊരു ജനുവരിയൊക്കെ ആകുമ്പോ ഒന്ന് വിളിക്കുന്നിട്ട് നമുക്ക് നോക്കാട്ടാ. ശരി ശരി. മുന്നേട്ടാ ബദാം മിൽക്ക് എടുക്കാൻ പറയും. സാറേ കൺഗ്രാചുലേഷൻസ്. അവാർഡ് കിട്ടിയല്ലോ. അതാ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചോ? ഇല്ല, നാഷണൽ അവാർഡല്ല ഇത് നമ്മുടെ. അങ്ങനെ ഇതെന്താണ് സംഭവം? അല്ല, നമ്മുടെ അവാർഡേ ഇപ്രാവശ്യം സാറിനാണ്. ഏതാ? അല്ല, നമ്മുടെ ഫൈനാൻസ് സൊസൈറ്റിയുടെ അവാർഡ് ഇപ്രാവശ്യം സാറിനാണല്ലോ. നമ്മളെ എവിടെന്നാണ്? നമ്മുടെ നാട്ടിലെ കിഴക്കേതിലെ സുഗതൻ മന്മത നാട്ടുകാരാണ് നമ്മൾ. അതെ, ഞാൻ കോഴിക്കുന്നത്ത് ദിവാകരന്റെ മകനാണ് സത്യശീലൻ, അച്ഛന്റെ കൂട്ടുകാരനാ. അതെ, സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങളുടെ ഫൈനാൻസിന്റെ അവാർഡാണല്ലേ? സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെ പോലെ ഒരു കലാകാരനെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. ഈ വർഷം ഫിലിം ഫെയർ അവാർഡ് കിട്ടി. പിന്നെ ഒരു പടം നാഷണൽ അവാർഡിന് ഇപ്പൊ പോയിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് എനിക്കിപ്പോ തരണത് അവാർഡ്? സമഗ്ര സംഭാവന അവാർഡ് ഏതായാലും പ്രഖ്യാപിച്ചല്ലോ. ഒരു ഡേറ്റ് പറഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ വെച്ചില്ലേ? എല്ലാം നിങ്ങളങ്ങ് തീരുമാനിച്ചു. നമ്മള് നോട്ടീസൊക്കെ അടിച്ചു കൊടുത്തേ. എന്നാലേ നിന്റെയൊക്കെ കോത്താഴത്ത ഈ ഫൈനാൻസ് സൊസൈറ്റിയുടെ അവാർഡ് മേടിക്കാൻ ഞാൻ വരില്ല. എനിക്കത് വേണ്ട. അല്ല, കോത്താഴത്തല്ല, കിഴക്കേക്കര. അതാ പറഞ്ഞ കിഴക്കേക്കരയുള്ള കോത്താഴത്ത ഈ നിങ്ങളുടെ സംഘടനയുടെ അവാർഡ് മേടിക്കാൻ ഞാൻ വരില്ലടോ. അല്ല, അത് എന്താ മന്മത അങ്ങനെ? അല്ല, അങ്ങനെ പറയരുത്. നമ്മളിപ്പോ നമുക്കൊരു അവാർഡ് കിട്ടുന്നതല്ലേ. അയ്യോ, ജനിച്ച നാട്ടിൽ നിന്ന് ഒരു അവാർഡ്. ഈ സംഘടനയുടെ പ്രസിഡന്റ് ഇപ്പോഴും പ്രസിഡന്റ് അല്ലേ? ആസ്ഥാന പ്രസിഡന്റും ആസ്ഥാന സെക്രട്ടറി. തുടക്കം മുതൽ ഞങ്ങൾ തന്നെ മാറിയിട്ടില്ല. ഈ പ്രസിഡന്റും സെക്രട്ടറിക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ ഈ ഉത്സവപ്പറമ്പിലൊക്കെ മിമിക്രി കാണിച്ച് നടന്ന സമയത്ത് നിങ്ങളുടെ ഈ ഫൈനാൻസിന്റെ ഒരു ഓണാഘോഷ പരിപാടി, അന്ന് ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ വന്നിട്ട് നിങ്ങളോട് എനിക്കൊരു സ്റ്റേജിൽ ഒരു 5 മിനിറ്റ് മിമിക്രി അവതരിപ്പിക്കാൻ തരുമെന്ന് ചോദിച്ചപ്പോ 2 ചേട്ടായിമാരും കൂടെ എന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? ഓർക്കണ്ട, ഒന്ന് ഓർത്തു നോക്ക്. ഇല്ല, അങ്ങനെ ഓർക്കുന്നുണ്ട്. നല്ല കലാകാരനാവുന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല കലാകാരനാവുന്നൊക്കെ പറഞ്ഞു. താൻ അതല്ല പറഞ്ഞത്. നീ മിമിക്രി കാണിക്കണ്ട, നീ പോയി ആക്രി പറക്കാൻ പോകുന്നു. അതാ നീക്ക് എന്നോട് പറഞ്ഞത്. പക്ഷേ അവിടെ തളർന്നില്ല. അന്ന് കിട്ടിയ ആ ഒരു ഊർജം ഉണ്ടല്ല, അത് വെച്ചിട്ടാണ് ഞാൻ വളർന്ന് കലാകാരനായത്. എനിക്ക് വാശിയായി ഒരു സിനിമ നടന്ന ഒരു കലാകാരനാവണം, നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാവണമെന്ന്. അവിടുന്ന് കിട്ടിയ ഊർജം ഉണ്ടോ ഞാൻ ഇത്ര ഉണ്ടായത്. ഇങ്ങനെ ഒരുത്തൻ വളർന്ന് വരുമ്പോ കുറെ എണ്ണമുണ്ട് തളർത്താനായിട്ട്. എന്നിട്ട് അവനെ അങ്ങോട്ട് കളിയാക്കി അവനെങ്കിൽ ഇല്ലാണ്ടാക്കുക. എന്നിട്ട് അവൻ എന്തെങ്കിലും ആയിക്കഴിഞ്ഞ കേക്കട്ടോ, എല്ലാരും കേക്കട്ടോ. എന്നിട്ട് അവൻ എന്തെങ്കിലും ആയിക്കഴിയുമ്പോ പൊക്കി പിടിച്ചോണ്ട് വരും. അവന് കൊണ്ടുപോയി അവാർഡ് തരിക. എന്നിട്ട് അവനെ കൊണ്ടുപോയി അവാർഡ് ഫംഗ്ഷനിൽ ഇരുത്തുക. ഒരു 250 ഒരു ബാലകൻ തരിക. എന്നിട്ട് അവിടെ പറഞ്ഞ കുറെ ചെറ്റകൾക്കെല്ലാം ഇവനെ കൊണ്ട് അവാർഡ് കൊടുപ്പിക്കുക. ഇത് ഇവനങ്ങോട്ട് കച്ചവടം ചെയ്യുക. ഇത് നിനക്കെല്ലാം ആളാവാനായിട്ടല്ലേ? അതിന് എന്നെ കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഞാൻ വരില്ലോ. ഞാനിപ്പോ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് 5 ലക്ഷം റുപ്യാണ് മേടിക്കുന്നത് കേട്ടോ. അല്ല, ഇതിപ്പോ നമ്മള് ഒരു അവാർഡ് ആയിട്ടല്ലേ ഇപ്പൊ നമ്മൾ കണക്കാക്കുന്നത്. നോട്ടീസൊക്കെ അടിച്ചിട്ട് അംഗീകാരം തരികയാണല്ലോ. നോട്ടീസ് ആരോട് ചോദിച്ചടിച്ചേ? നോട്ടീസ് അടിച്ചു. ആരോട് ചോദിച്ചടിച്ചേ? അല്ല, അത് വർഷം നമ്മൾ കൊടുക്കുന്ന. എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല. വരാൻ എനിക്കൊരു താല്പര്യമില്ല. അല്ല, അപ്പൊ ഞങ്ങളുടെ അവാർഡ് 2 രൂപ നിന്റെ കണ്ണാക്കല് പുങ്ങി തിന്നണം. എന്നാ എനിക്ക് അവാർഡ് തരാൻ വന്നിരിക്കുന്ന ചെറ്റകള്. കലിപ്പങ്ങടെ എനിക്ക് തീരുന്നില്ല. ആ മൂട് പോയിട്ടാ. ആ ഡയലോഗ് ഞാനൊന്ന് പറയാം. അത് ശരിയാണെന്ന് നോക്കട്ടെ. ജീവിതത്തില് ഉയർച്ച ഉണ്ടാവണമെങ്കിൽ പ്രവൃത്തിയിൽ നന്മ ഉണ്ടാവണം. പ്രവൃത്തിയിൽ നന്മ ഉണ്ടായാൽ മാത്രമേ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. കറക്റ്റാണോ? ഓക്കെ അല്ലേ? ആ ഓക്കെ ഓക്കെ. സാറേ നമസ്കാരം. എൻ്റെ പേര് രാഘവൻ എന്നാണ്. എനിക്ക് 79 വയസ്സായി. എത്ര 79. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു അവാർഡ് സംഘടിപ്പിച്ചായിരുന്നു. അവാർഡാ? ആ,
79 വയസ്സായി. അല്ല 79 വയസ്സായനല്ല, ഒരു ഞാൻ എന്താ മേഖല? ഞാനൊരു ചായ കച്ചവടക്കാരനാണ്. ആ, ചായ കച്ചവടമല്ലേ? ആ, എത്ര കൊല്ലം കൊണ്ട് ഇങ്ങനെ കച്ചവടം ഉണ്ട് ചായയുടെ? അപ്പോൾ ഒരു 10-40 കൊല്ലായി. 40 കൊല്ലം കൊണ്ട് തന്നെ ഈ ചായയാ തുടക്കത്തിലെ ചായ തന്നെ? ചായ. ചായയും കടിയൊക്കെ. ചായയും കടി. അപ്പോ എനിക്കൊരു അവാർഡ് എങ്ങനെ ഇപ്പൊ ഇതിൽ പരിഗണിക്കാൻ പറ്റും രാഘവന. ഇപ്പൊ ഇതിലിരിക്കണേൽ ഏത് വേണ്ടി വരും? സെലക്ട് ചെയ്യാം. അത് ആ നാളം പോലത്തെ ഏത്? ആ കപ്പ് പോലത്തെ? ആ, അതിന്റെ അപ്പുറത്ത് ചായക്കടക്ക് അത് കൊള്ളാം. ഇത് ചായക്കടക്ക്. ആ, അതാവുമ്പോ ഒരു 2.5 ലക്ഷം രൂപ വരും ചെലവ്. 2 ലക്ഷം. ആ, അവാർഡ് വേണ്ടേ? ഇതിപ്പോ നിങ്ങളുടെ ചായക്കടയിൽ നിന്ന് താളമേള വാദ്യങ്ങളോടെ ആനയിച്ച് കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി അത് MLA, MP, സിനിമാ നടന്മാരൊക്കെയാണ് നിങ്ങൾക്ക് തരണത്. അതിന് പൈസ ചെലവുണ്ട്. ഇപ്പൊ ഈ ചായക്കടക്ക് എന്ന് പറഞ്ഞാൽ എന്ത് പേരിൽ കൊടുക്കും നമ്മള്? ചായക്കട എന്ന് പറയുമ്പം ചായശ്രീ. ആ, ഒരു ചായശ്രീ പുരസ്കാരം തരാം. ചായശ്രീ രാഘവേട്ടന് ചായശ്രീ പുരസ്കാരം. നല്ല പേരാണത്. പിന്നെ ഈ ചായ മാത്രമല്ല, പഴംപൊരിയൊക്കെ ഉണ്ടാവും. പഴംപൊരി ഉണ്ട്, പിന്നെ ഉണ്ടംപൊരി ഉണ്ട്. അപ്പൊ ഒരു നേന്ത്രപ്പഴത്തിന്നേ ഒരു നേന്ത്രപ്പഴത്തിന്ന് എത്ര എണ്ണം മുറിക്കും പഴംപൊരിക്ക്? അത് ഒരു 5 എണ്ണം. 5 എണ്ണം മുറിക്കോളാം. അർഹതപ്പെട്ട ആളാണ്. കാരണം 10ഉം 12ഉം മുറിച്ച് പഴംപൊരി ഉണ്ടാക്കണവരുണ്ട്. അപ്പൊ വലിയ അതിക്രമമില്ല. ഒരു ജനസേവന ചിന്തയാണ്. ഇപ്പൊ ചായശ്രീയും കടിശ്രീക്കും അർഹനാണ് രാഘവേട്ടൻ. അപ്പൊ നമുക്ക് ആലോചിക്കാം കേട്ടോ. ആഗ്രഹിച്ചു അത് ചെയ്യാം. അവാർഡിനൊക്കെ അർഹനാണ്. അല്ല, പക്ഷേ ഈ 2.5 ലക്ഷം 2.5 ലക്ഷം രൂപ വരും രാഘവേട്ടൻ. ഇപ്പൊ 3-4-5 പേരെ നല്ല യോഗ്യരായവരെ നമ്മൾ കണ്ടെത്തുന്നു. കുറഞ്ഞതെന്ന് പറഞ്ഞാലേ ഈ ട്രോഫിയുടെ വില അല്ല ഇത്. ഈ നമ്മളാ ചടങ്ങ് സംഘടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് പരസ്യം കൊടുക്കണതിനൊക്കെ ഉള്ള ഒരു ചെലവും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. 10-20,000 രൂപ. 20,000 രൂപ ഒരു പണി ചെയ്യാ. പരിപാടിയൊന്നുമില്ല. ഇപ്പൊ ഒരെണ്ണം എടുത്തങ്ങോട്ട് ചെറുത് തരാം. ന്യൂട്രലിൽ മടിയിൽ വെച്ച് കൊണ്ടുപോയിപ്പോ അത്രേ നടക്കുള്ളൂ. 10,000 രൂപക്ക്. ഇത് മേടിച്ചു കഴിഞ്ഞാൽ രാഘവേട്ടൻ മരിക്കുമ്പോ TV-ലൊക്കെ എഴുതി വരും, അവാർഡ് ജേതാവ് രാഘവേട്ടൻ അന്തരിച്ചു. ആ, ഫേസ്ബുക്കിലൊക്കെ വരും. എല്ലാരും അല്ലാതെ വെറുതെ ജീവിച്ച് മരിച്ചിട്ട് എന്തായാലും ഇത്രയും കാലം. അതിപ്പോ എനിക്ക് പൈസ ഉണ്ടാക്കണം. ഉള്ളത് വിറ്റിട്ടായാലും പണം പോട്ടെ, പവർ വരട്ടെ. ഇപ്പൊ 2 ലക്ഷം വേണമെങ്കിൽ എനിക്ക് കട വിൽക്കേണ്ടി വരും. ആ, ചായക്കട വിൽക്കേണ്ടി വരും. ആ, പവറല്ലേ വേണ്ടത്, ആഗ്രഹമല്ലേ? ഞാൻ ആലോചിച്ചിട്ട് വരാം. അല്ല, ഇനി കട വിറ്റിട്ട് രാഘവേട്ടന് കടം കയറി നിക്കക്കളിയില്ലാതായിരുന്നു ഓർക്ക്. അപ്പൊ ഇവിടെ വേറെ വാർഡുണ്ട്, കടശ്രീ. അല്ലേ? സാറേ, ആ ട്രോഫി ഒന്ന് എടുത്ത് വെറുതെ കണ്ടാ? കടത്തിന്റെ തലക്കൈയും കൊടുത്ത് എടുത്താ പൊങ്ങാത്ത ബാധ്യത എടുത്ത് വെക്കണ കണ്ടാ? അതല്ല, മറ്റേത് തന്നെ വേണം. ആ, മറ്റത് വേണമെങ്കിൽ 2.5 രൂപ ആവും. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നമ്മളിപ്പോ ഇത് ബുക്ക് ചെയ്തിടാം കേട്ടോ. ആലോചിച്ചു. ആ, ശരി. അതെ, പൈസ എവിടുന്നേലും ഒപ്പിച്ചുണ്ടെന്ന് വരും. നല്ല ആഗ്രഹമുണ്ട്. ഭയങ്കര ആഗ്രഹം കാണുമ്പോ അറിയാമല്ലോ. അത് സാറേ, നമ്മുടെ ബംഗാളി പയ്യൻ്റെ ഒരു ബാബു മണ്ഡൽ, അവന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ പ്രമോദിന്റെ 4 നില ബിൽഡിങ് വാർത്തപ്പ 120 ചാക്കിന്റെ പരിക്കിന് ഒറ്റ അവനെ പെടുത്തിയാലോ? പൈസ തരാന്ന് പറഞ്ഞല്ലോ. പൈസ തരാന്ന് പറഞ്ഞ അവനൊന്ന് തേച്ചൊരിച്ച് കുളിപ്പിച്ചൊരു കോട്ടൊക്കെ ഇട്ട് നമുക്ക് കൊണ്ടുവരാം. ഒരു പരിക്കൻ ശ്രീ അവന് കൊടുക്കാം. അപ്പൊ അതും കൂടി പെടുത്തിക്കും.